ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കാരമൽ ബനാന പുഡിംഗ് ആണ്. ഇതുണ്ടാക്കാനായിട്ട് നല്ല പഴുത്ത ഒരു റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടിച്ചെടുത്ത് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പഴം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി കിടക്കുന്ന രീതിയിൽ അടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് പാല് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ചേർക്കേണ്ടത് കാരമൽ മിക്സ് ആണ്. അതിനു വേണ്ടിയിട്ട് 148 ഗ്രാമിൻ്റെ കാരമൽ ക്രീം പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലെ സോസ് മാറ്റി വെച്ചിട്ട് കാരമൽ മിക്സ് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കാം. ഇത് തിളക്കുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കാം. തിളച്ചു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിവിടെ 3 പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഏത് ബിസ്ക്കറ്റ് വേണേലും എടുക്കാം. ഇനി ഇത് കൈ കൊണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് പൊട്ടിച്ചെടുക്കാം. ഇതുപോലെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 സെർവിങ് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. കാരമൽ സോസ് ഈ ഗ്ലാസ്സുകളിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിന് മുകളിലായിട്ട് ഒരു 1/4 ഭാഗത്തോളം നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഗ്ലാസ്സിലാക്കിയിട്ട് സെറ്റ് ചെയ്യാൻ വെക്കണമെന്നില്ല, ഒരു ബൗളിൽ വെച്ചാലും മതി. ഇനി ഇതിലേക്ക് ബനാന കാരമൽ മിക്സ് നല്ല ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ പുഡിംഗ് നന്നായി തണുത്ത് സെറ്റ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് എല്ലാം അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.